പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ മൂന്നാമത്തെ ഫേസിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചോദ്യം എന്താണെന്നും അതിന്റെ ഉത്തരങ്ങൾ എന്താണെന്നും വളരെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം വായിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എഴുതിയ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കൊരു ആവറേജ് മാർക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയ വർഷം ഓപ്ഷൻ ബി ആണ് 1498. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ്? ആത്മോപദേശ ശതകം നമുക്കറിയാം ശ്രീനാരായണ ഗുരുവാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. ഭൂമിയിൽ അത് സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് ഷാജഹാൻ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിൽ കൊത്തിവെച്ചു എന്ന് ചോദിച്ചാൽ അത് ദിവാനി ഖാസാണ്. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ വിവേകാനന്ദനാണ്. അതുപോലെ ഇന്ത്യയിലെ സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ തിയറി കൊണ്ടുവന്ന ദാദാഭായ് നവറോജിയാണ്. ബാസ്റ്റൈലിന്റെ പതനം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവമാണ്. 53 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഫസൽ അലിയാണ്. കാർഗിൽ യുദ്ധത്തിന് അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? മൺസൂൺ മഴയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ശരിയായത് 1ഉം 2ഉം ആണ് കേട്ടോ. ഒന്നാമത്തെ രണ്ടാമത്തെയാണ്. പിന്നെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. അതിനെന്ത് ചെയ്യുക? വടക്ക് നിന്ന് തെക്കോട്ട് എഴുതുക എന്ന് പറയുന്നുണ്ട്. ആദ്യം വരുന്ന താമരശ്ശേരി ചുരമാണ്, രണ്ടാമത് വരുന്നത് കമ്പം ചുരം, മൂന്നാമത് അച്ചൻകോവില്, നാലാമത് ആറമ്പാടി ചുരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പിന്നെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, അല്ലെങ്കിൽ അതാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ള വരണ്ടതുമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന മണ്ണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. അതുപോലെ ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ സവന്നയാണ്. അതുപോലെ എന്താണ്? 2023 ബജറ്റിൽ റോഡുകളും വിമാനത്താവളവും തുറമുഖവും ബഹുജന ഗതാഗതവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഒരു സമീപനത്തിന് അറിയപ്പെടുന്ന പേരാണ് PM ഗതിശക്തി എന്ന് പറയുന്നത്. കൂടാതെ എന്താണ്? 11ാം പഞ്ചവത്സര പദ്ധതിയിൽ കൈവരിച്ച വളർച്ച എന്ന് പറയുന്നത് 7.9%. RBIയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള 4ഉം അതിനകത്ത് 3ഉം അതിനകത്ത് തന്നെയാണ് ശരി ഉത്തരം തന്നെയാണ്. അതുപോലെ നിതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയത്തിനകത്ത് ഉൾപ്പെടുന്ന വകുപ്പുകൾ ചോദിച്ചാൽ വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമാണ്. അതുപോലെ 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്ക് കിട്ടി. ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് അവർക്കത് കിട്ടുന്നത്. അതുപോലെ എന്താണ്? മാക്സ് വെബറിനെ കുറിച്ചുള്ള ഐഡിയൽ ബ്യൂറോക്രസിയിലെ ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? 1ഉം 3ഉം 4ഉം തൊഴിൽ വിഭജനം, അതുപോലെ തന്നെ ശ്രേണിയുടെ നന്നായിട്ടുള്ള അധികാരവും അതുപോലെ വ്യക്തിത്വം ഇല്ലാത്ത സ്വഭാവവുമാണ്. CEDAW എന്ന് പറയുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 മനുഷ്യാവകാശങ്ങളും മനുഷ്യരഹിത തെറ്റുകളും VR കൃഷ്ണയ്യരുടെ പുസ്തകമാണ്. ഋഷി സുനക്കിന് മുൻപ് ലിസ്ട്രസ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അടുത്ത 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എന്ന് പറഞ്ഞ 389 മൗലിക അവകാശങ്ങളും നിർദ്ദേശിക തത്വങ്ങളുടെ കേസുകളും ശരിയായിട്ടുള്ള കാലക്രമം ചോദിച്ചാൽ ആദ്യം വരുന്ന ഏതാണ്? ചെമ്പകം തുറൈരാജൻ. രണ്ടാമത് വരുന്ന നമ്മുടെ ഗോലക്നാഥ് കേസ്. പിന്നെ വരുന്ന ഏതാണ്? കേശവാനന്ദ ഭാരതി. ഏറ്റവും അവസാനമാണ് മിനർവ മിൽ കേസ് വരുന്നത്. പിന്നെ കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവും ഭൂമിയുടെ വരുമാനം സർക്കാരിന് അയക്കാനുള്ള അധികാരവും ഒക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ റൈറ്റ് വാരി സമ്പ്രദായത്തിലാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതൊക്കെയാണ് തെറ്റുകൾ എന്ന് അടയാളപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ അതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത്. അതുപോലെ ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര ആക്രമണങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക? എല്ലാ സംസ്ഥാനങ്ങളെയും രക്ഷിക്കേണ്ടത് യൂണിയന്റെ കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 385 പടയണിയിൽ ഉപയോഗിച്ചിരുന്ന വാദ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് തപ്പും ചെണ്ടയുമാണ്. പിന്നെ കേരള ചോസർ ശ്രീരാമകവി. വിന്റർ ഒളിമ്പിക്സ് 22 ചൈനയിലാണ്. അമേരിക്കൻ കപ്പ് കൊടുക്കുന്നതിനാണ് യാച്ച് റേസിംഗിനാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിംസ് നമുക്കറിയാം കബഡിയാണ്. അതുപോലെ ചെട്ടികുളങ്ങര ഭരണ ഏത് ജില്ലയിലാണ്? ആലപ്പുഴയിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ഭാർഗവൻ പിള്ളയാണ്. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെടുന്നത് ഏത് ഒളിമ്പിക്സിൽ എന്ന് ചോദിച്ചാൽ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. ടാറ്റ IPL 2023 പങ്കാളിയായത് BCCI ആണ്. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23 പങ്കെടുത്തത് എവിടെയാണ്? നമ്മുടെ ഭോപ്പാലിലാണ് പങ്കെടുക്കാനായിട്ട് പോകുന്നത്. കൂടാതെ
ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്ന് മാത്രമാണ് കേട്ടോ നമ്മുടെ IT-യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്വിച്ച് ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഡേറ്റ ഹബ് ലിങ്കിങ് ലെയറിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷനെയാണ് അതിൽ തെറ്റായിട്ട് വരുന്നത്. അടുത്തെന്താണ് ശരി ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 1ഉം 2ഉമാണ് ശരി എന്ന് പറയുമ്പോൾ ഡിജിറ്റലൈസർ ഒരു ഇൻപുട്ട് ആണെന്നും പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ആണെന്ന് പറയുന്നതാണ് ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്തെന്താണ് വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് സ്പൂളിംഗ് ആണ്. റാൻസം വെയറുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നും എന്തല്ല റാൻസം വെയറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളല്ല. പിന്നെ ഉബണ്ടു എന്ന് പറയുന്നത് എന്താണ്? ഉബണ്ടു 20.0.04 LTS എന്ന് പറയുന്നത് ഒരു ജാമി ജെല്ലി ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ISROയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശരിയായത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ 1ഉം 3ഉം എന്ന് പറയുമ്പോൾ നമ്മുടെ CMS-01 എന്ന് പറയുന്ന ആശയവിനിമയ ഉപഗ്രഹമാണെന്ന് പറയുന്നതും മിഷൻ EOS 03 വിജയിച്ചില്ല എന്ന് പറയുന്നതാണ് അതിനകത്ത് ശരിയായിട്ടുള്ള പോയിന്റുകൾ. DRDOയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? INS-AS ആയുധങ്ങൾ അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്നത് DRDO ആണെന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ് അതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ എന്താണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മരങ്ങളെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. കൂടാതെ 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഫറൻസ് ആതിഥേയത്വം വഹിച്ച നഗരം എന്ന് പറയുന്നത് നാഗ്പൂരാണ്. പിന്നെ 51 മാത്സ് ആണ്. 51 ഓപ്ഷൻ ബി ആണ്. 52 സി ആണ്. 53 എ ആണ്. 54 ഡി ആണ്. 55 സി. 56 ബി. 57 എ. 58 എന്ന് പറയുന്നത് എ ആണ്. 59 എന്താണ്? ബി ആണ്. അതുപോലെ തന്നെ 60ാമത്തത് സി ആണ്. അടുത്ത 61. ഇത് കണ്ട ഇതൊരു പാറ്റേൺ പോയിരിക്കുന്ന കണ്ടായിരുന്നു നിങ്ങൾ? അത് ശ്രദ്ധിച്ചോ? ഇത് ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നമ്മൾ മറ്റേ പണ്ട് ഒന്നും അറിഞ്ഞുവിടെങ്കിൽ OMR മാർക്ക് ചെയ്യുന്ന ഒരു രീതി കണ്ടില്ലേ? ഒരു കോണി കയറി പോകുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞു വരുന്നു, പിന്നെ എന്താ ചരിഞ്ഞ് സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ വിട്ടുപോയ ഭാഗം 61ാമത്തത് എ ആണ്. 62 ബി. 63 ഡി ആണ്. 64 സി ആണ്. 65 ബി ആണ്. 66 സി ആണ്. 67 ബി. 68 ഡി. 69 സി. 70 എ. അടുത്ത ഇംഗ്ലീഷ് ആണ്. ഐ ആം റെഡി ടു കൺസീഡ്. കൺസീഡിന്റെ സെയിം വരുന്ന അല്ലെങ്കിൽ റെഡി ടു കൺസീഡ്, ആ കൺസീഡ് എന്ന് പറയുന്ന വാക്കിന്റെ സെയിം അർത്ഥം വരുന്ന ഏതാണ് ചോദിച്ചിട്ടുള്ളത്? എഗ്രി ആണ് അല്ലെ? എഗ്രി ആണ്. അടുത്ത് വരുന്ന എന്താണ്? ഹി സാ ആൻ SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ എ യൂക്കാലിപ്റ്റസ് ട്രീ. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഐ റീഡ് ദ ബുക്ക് യെസ്റ്റർഡേ. ലെറ്റ് us go to the beach, shall we? Identify the correct plural form. Commander in chief, commanders in chief. If I had gone to New Delhi, I could have seen Qutub Minar. അതുപോലെ a new mobile tower is being installed next month. പിന്നെ എന്താണ്? I dash you to a duel. I dare you to a duel. I will see you at 9 o'clock. അടുത്ത don't go near the beach. Alan, the mother said. The mother told Alan not to go near the beach. Sunflower is dash than jasmine. Sunflower is more beautiful than jasmine. അടുത്ത കറക്റ്റ് ഇതിൽ തെറ്റായിട്ടുള്ള ഫോം ഓഫ് സെന്റൻസ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? അതിൽ ഓപ്ഷൻ എ ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. പിന്നെന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ഓൾ അറേഞ്ച്മെന്റ്സ് ആർ പെർഫെക്റ്റ് പ്രയർ to the inaugural. പിന്നെന്താണ്? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്രാമാറ്റിക്കലി അല്ലെ? എയ്തർ അനിൽ nor his friends have completed the painting. അടുത്ത at 6s and 7s എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൽട്ട് എന്നാണ് അർത്ഥം. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട് ആർബിട്രേറ്റർ ആണ്. OTTയുടെ ഫുൾ ഫോം ഓവർ ദ ടോപ്പ് എന്നാണ്. ലക്ഷ്മി ഈസ് ആൻഡ് ഡാഷ് ഓഫ് അവർ കോളേജ്. ലക്ഷ്മി ഈസ് അലുമിന ഓഫ് അവർ കോളേജ്. ഡാഷ് ഈസ് ദ ടീച്ചർ. ദ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ടോക്കിംഗ്. സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ടോക്കിംഗ്. അതുപോലെ സ്റ്റിമുലസ് എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ചോദിച്ചാൽ അത് സ്റ്റിമുലി ആണ്. പിന്നെ എന്താണ്? മലയാളം അല്ലെ? മണൽ പ്ലസ് അരണ്യം, മണലരണ്യം. കിഴക്കോട്ട് മേൽക്കോട്ട് എന്നൊക്കെ പറയുന്നതിൽ കിഴക്കോട്ടേക്ക് മേൽക്കോട്ടേക്ക്, അതിൽ ആവർത്തന ശബ്ദം ഏക്ക്. വേദവാക്യം എന്ന് പറഞ്ഞാൽ അലംഘനീയമായ അഭിപ്രായം. ഓളത്തിന്റെ പര്യായമായത് ഭാഗം, തരംഗം, വീജി. പക്ഷെ അല്ലാത്തത് ആളം എന്ന് പറയുന്നതാണ്. അതുപോലെ ശരിയായ പദം ചോദിച്ചാൽ അത് അസ്തമയമാണ്. ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ സ്വജീവിതത്തിൽ അടക്കം പാലിക്കാത്തവർ കുട്ടികളോട് അടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കരുത്. അതെന്താണ്? വൈരുദ്ധ്യമാണ്. മരങ്ങൾ പിരിച്ചെഴുതുമ്പോൾ മരം പ്ലസ് കള്ളാണ്. വട്ട പ്ലസ് പലക എന്നാണ്? വട്ടപ്പലകയാണ്. കൂടാതെ കുഞ്ഞുങ്ങൾ എന്ന പദത്തിന്റെ വചന പ്രത്യയം എന്ന് പറയുന്നത് കൾ ആണ്. ശരിയായ പദം വാക്യം കണ്ടെത്താൻ പറഞ്ഞാൽ വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസിന്റെ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ കീ അനുസരിച്ച് നിങ്ങളുടെ മാർക്ക് എത്രയുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് എന്തറിയാം, പോളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തേർഡ് ഫേസിന്റെ പ്രൊവിഷണൽ ആൻസർ കീയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോള് ഉടനെ തന്നെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് കൂടി നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊവിഷണൽ ആൻസർ കീ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.